ചിക്കൻ കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, ഇഞ്ചി, കുരുമുളക് പൊടി, കറിവേപ്പില, സവാള, വെളുത്തുള്ളി, നന്നായി ക്ലീൻ ചെയ്ത ചിക്കൻ. നന്നായി ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് സവാള നമുക്ക് ചിക്കൻ അളവനുസരിച്ച് ആവശ്യത്തിന് സവാള എടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ, സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഇപ്പം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ആദ്യം നമ്മൾ മുളക് പൊടി ചേർത്തു. നന്നായിട്ട് എരിവ് വേണമെങ്കിൽ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല അതിലേക്ക് ആഡ് ചെയ്യാം. വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ചൂടാക്കാം. 5 മിനിറ്റോളം നമുക്കിതിനെ ചൂടാക്കിയെടുക്കാം. ഇട്ട് കൊടുത്തിരിക്കുന്ന മസാലപ്പൊടികളുടെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ നമുക്കിതിനെ ചൂടാക്കിയെടുക്കണം.
നമ്മുടെ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം, ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ മസാലയായിട്ട് യോജിപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിലൊരു പാത്രം വെക്കാം. വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പാത്രത്തിൽ വെള്ളം കയറാൻ പാടില്ല. അപ്പം ആ പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. 3 വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ചിക്കൻ കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിനെ കുക്കറിൽ നിന്ന് എടുക്കാം. നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ്. ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതുള്ള ചിക്കൻ കറി റെഡിയായി.